കഴിഞ്ഞ 2-3 ദിവസമായി സംസ്ഥാനം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് കേരളം ആര് അല്ലെങ്കിൽ കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളതാണ്. ആ മുഖ്യമന്ത്രി ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം MLA-മാരുടെ മനസ്സറിഞ്ഞ കേന്ദ്ര നിരീക്ഷകർ ഇന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൈമാറുന്നതോടെയാണ് തീരുമാനം ഉണ്ടാവുക. അവസാനവട്ട നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ. ഒപ്പം പ്രതീക്ഷ ആരും കൈവിടുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അൻഫിൽ ഡിസൂസ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇനി ഈ അൻഫീൽഡിലേക്ക് ആദ്യം പോവാം. അതിനൊപ്പം തന്നെ നമ്മളോടൊപ്പം ജോസഫ് കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ CPM-ൽ ഉണ്ടായ ഈ അപസ്വരങ്ങൾ ഇനി ഉണ്ടാകരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ജില്ലാ സെക്രട്ടറി കൊടുക്കുകയാണ്. ആദ്യം അൻഫീൽഡിലേക്കാണ്. അൻഫീൽഡ്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ആരെ തീരുമാനിക്കും ആ ഹൈക്കമാൻഡ്, അതായത് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, ഇനി ആരെ തീരുമാനിക്കും എന്നാണ് അറിയേണ്ടത്. പക്ഷേ എല്ലാ ഘടകകക്ഷികളുടെ ഒപ്പം ആളുകളെ തെരുവിലേക്ക് ഇറക്കിയൊക്കെ തങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കുകയാണല്ലോ നേതാക്കൾ. അത് തന്നെയാണ് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളം ഇനി ആര് ഭരിക്കുന്നു, കോൺഗ്രസിൽ ആരാകും മുഖ്യമന്ത്രി, 3 പേരിൽ ആരാകും മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നതിനുള്ള ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. അതായത് ഈ ഹൈക്കമാൻഡ് നിരീക്ഷകരായി വന്ന മുകുൾ വാസ്നിക്കും ഈ അജയ് മക്കനും നൽകിയ റിപ്പോർട്ട് അവർ ഇന്ന് രാവിലെയോടുകൂടി ഹൈക്കമാൻഡിന് നൽകും. അതിനുശേഷം മല്ലികാർജ്ജുൻ ഖർഗെ ഇതിലൊരു തീരുമാനം എടുക്കുന്നു എന്നതാണ് നടപടിക്രമം. പക്ഷേ ഇവർ നൽകിയ റിപ്പോർട്ടിൽ ആർക്കാർക്കും മുൻതൂക്കം എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഇവർ അതായത് MLA-മാർ ആർക്കാണ് പിന്തുണ എന്നുള്ള ഒരു കൃത്യമായ ആ റിപ്പോർട്ടിൽ ഒരു നമ്പർ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഘടകകക്ഷികളുടെ ഒരു അഭിപ്രായം രൂപീകരിച്ചതിൽ ഒരു അഭിപ്രായ സമന്വയത്തിലെത്തിയപ്പോൾ അവർ ആർക്കാണ് മുൻതൂക്കം നൽകുന്നത്, ഒപ്പം തന്നെ MP-മാരും മറ്റു മുതിർന്ന നേതാക്കളും ആർക്കാണ് മുൻതൂക്കം നൽകുന്നത്, ഇവരുമായി സംസാരിച്ചപ്പോൾ എന്താണ് ഇവിടെ നിന്ന് ലഭ്യമായത്, അതായത് പൂർണ്ണമായും ഒരു അഭിപ്രായ സർവേ. ആ അഭിപ്രായ സർവേ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുന്നതോടുകൂടി ഹൈക്കമാൻഡിൽ ഏറെക്കുറെ ഒരു ധാരണയിലെത്തുന്നു. അതിനുശേഷം ഈ മുതിർന്ന നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കും. ഒപ്പം തന്നെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്സായി നിൽക്കുന്ന 3 പേരും KC വേണുഗോപാലും VD സതീശൻ, രമേശ് ചെന്നിത്തല ഇവരും ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനാണ് ഇവരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനുള്ള സാധ്യതയിരുന്നു. അതിനുശേഷം അവിടെ ചർച്ചയുണ്ടാകും. വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് സംസ്ഥാനത്തെ ഈ 3 പേരും, കാരണം അവസാന ഘട്ടത്തിലെ തന്ത്രങ്ങളും സമ്മർദ്ദ തന്ത്രങ്ങളും ഒക്കെ അവർ ശക്തമായി നിൽക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ MLA-മാരുടെ പിന്തുണ KC-ക്കാണെങ്കിൽ മറ്റ് എല്ലാ രാഷ്ട്രീയ ഘടകങ്ങളും അനുകൂലമായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന് തന്നെയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന രീതിയിൽ ഒരു പൊതുവികാരമുണ്ട് എന്നാണ് ഘടകകക്ഷികളിൽ നിന്ന് സതീശന്റെ പേരെടുത്തു പറഞ്ഞാലും PK കുഞ്ഞാലിക്കുട്ടി ഇന്നലെ നിരീക്ഷകരുടെ മുന്നിൽ വിഷയം അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഘടകകക്ഷിയാണ് പേരെടുത്തു പറഞ്ഞ സതീശന് പിന്തുണ നൽകുന്നു. മറ്റു ഘടകകക്ഷികളും ഏറെക്കുറെ സതീശനിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഒരു പൊതുവികാരമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി മറ്റു ജില്ലകളിൽ കണ്ണൂരിലും എറണാകുളത്തും ഒപ്പം തന്നെ ഇരിങ്ങാലക്കുടയിലും ഒക്കെ നമ്മൾ കാണുന്നത് VD സതീശന് വേണ്ടി പ്രകടനം വരുന്നത്. ഇതൊരു സൂചന മാത്രമാണ് എന്നൊരു സന്ദേശവും നൽകുന്നുണ്ട്. അതായത് ഏതെങ്കിലും രീതിയിൽ VD സതീശനെ ഒഴിവാക്കുകയാണെങ്കിൽ സതീശൻ പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വരികയും ചെയ്യും. അതോടുകൂടി ഒരു കലാപമായി ഇവിടെ മാറുന്നു, തെരുവിലേക്ക് പ്രക്ഷോഭം മാറുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന സൂചന അത് ഈ ഘടകകക്ഷികൾ പോലും സംസാരിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പിൻബലം പൂർണ്ണമായും VD സതീശന് അനുകൂലമാകുമെന്നാണ് സതീശൻ അനുകൂല വിഭാഗം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെയും ഹൈക്കമാൻഡ് സംബന്ധിച്ച് വലിയൊരു സമ്മർദ്ദമാണ്. ഏതെങ്കിലും രീതിയിൽ VD സതീശനെ ഒഴിവാക്കുന്ന രീതിയിൽ KC-യിലേക്കൊക്കെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ കരുതുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും. വലിയൊരു കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നു. ഒപ്പം ഈ ഘടകകക്ഷികളും ഒപ്പം മുതിർന്ന നേതാക്കളും ഹൈക്കമാൻഡുമായി പങ്കുവെക്കുന്നത് KC-യിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ 102-ന്റെ തിളക്കമൊക്കെ തന്നെയും ആ ഉപതെരഞ്ഞെടുപ്പ് തിരിച്ചടിയായാൽ വലിയ രീതിയിലായിരിക്കും അത് രാഷ്ട്രീയമായി തന്നെ UDF-ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നേരിടേണ്ടി വരുന്നത്. അതൊക്കെ മുൻകൂട്ടി കാണണമെന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് കൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ അവസാനവട്ടം KC-യെ ഒഴിവാക്കി VD സതീശനിലേക്ക്, അതായത് MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിന് ഉണ്ടെങ്കിൽ പോലും മറ്റു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെയും VD സതീശന് അനുകൂലമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോഴും രമേശ് ചെന്നിത്തല ഒട്ടും പിന്നിലല്ല. രമേശ് ചെന്നിത്തലയും അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഒപ്പം തന്നെയുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഒരു 2 ദിവസം ഞായറാഴ്ച പ്രഖ്യാപനം വരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും
നാളെ ശനിയാഴ്ചയോടുകൂടി ഏറെക്കുറെ ഈ വിഷയത്തിൽ തീരുമാനമാകാൻ തന്നെയാണ് സാധ്യത. നിലവിലൊരു കലഹത്തിലേക്കോ പ്രക്ഷോഭത്തിലേക്കോ തെരുവിലിറങ്ങിയുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കോ പോകാൻ ഒരു കാരണവശാലും കോൺഗ്രസ് നേതൃത്വവും ഹൈക്കമാൻഡും ഇവിടെ ഘടകകക്ഷികളും ഒന്നും തന്നെ അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകാൻ പാടില്ല എന്ന് സർവ്വശക്തിയും എടുത്ത് അവർ തീരുമാനം അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളെയോടുകൂടി തീരുമാനമാവുകയും ഞായറാഴ്ച പ്രഖ്യാപിക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ വി ഡി സതീശനിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതോടൊപ്പം ജോസഫ് കൂടി ചേരുന്നുണ്ട്. ജോസഫ്, കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ സജീവമായി നടക്കുമ്പോൾ വി ഡി പക്ഷത്തിലെ നേതാക്കൾ ഒരു പിന്തുണ ഉറപ്പാക്കാൻ അണികളെ തെരുവിലിറക്കുന്ന സാഹചര്യം. കെ സി ഒരു കണക്കിൽ MLA-മാരെ ഒപ്പം നിർത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ പിന്തുണ കെ സിക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഇടയ്ക്കൊക്കെ സാംസ്കാരിക നായകരുടെ അടക്കം പിന്തുണ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ പണിയെടുത്തവൻ മാത്രം കൂലി മേടിച്ചാൽ മതി എന്നാണ് വി ഡി അനുകൂലികളുടെ അവകാശവാദം. അതാണ് ഇന്നലെ കണ്ണൂരിൽ കണ്ടത്. അഖില, തീർച്ചയായും ഇന്നലെ വി ഡി അനുകൂലികൾ പരസ്യമായി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കേരളത്തിൽ നോക്കുകൂലിയില്ല, പണിയെടുത്തവൻ മാത്രം കൂലി മേടിച്ചാൽ മതി എന്നാണ് ഈ അണികൾ, അതായത് വി ഡി സതീശിനെ അനുകൂലിക്കുന്നവർ പ്രധാനമായും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ കെ സി വേണുഗോപാൽ അഞ്ച് നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കുമ്പോൾ വി ഡി സതീശൻ അണികളെ ഇറക്കി സമ്മർദ്ദതന്ത്രം പയറ്റുകയാണ്. ഇന്ന് കെ സി വേണുഗോപാലിന്റെ നാടായ ഈ പിലാത്തറയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പഴയങ്ങാടിയിൽ ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്താനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനു മുന്നോടിയായി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. എന്തായാലും ശക്തമായ രീതിയിൽ ഇരുഭാഗവും അവരുടെ മുഖ്യമന്ത്രി പദം ഉറപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കെ സി വേണുഗോപാൽ ആകട്ടെ ഈ സാംസ്കാരിക നായകന്മാരുടെ പിന്തുണ തേടാൻ ഇപ്പോൾ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക നായകന്മാരുടെ പിന്തുണ ഉറപ്പിച്ചാൽ ഒരുപക്ഷെ ഇനി അടുത്തൊരു ഘട്ടം പിന്നിടാമെന്നുള്ളൊരു പൂർണ്ണമായ ഒരു ചിന്തയാണ് കെ സി വേണുഗോപാലിനുള്ളത്. ഇതിനോടകം തന്നെ കണ്ണൂർ ജില്ലയിലെ ഏകദേശം മുഴുവൻ പ്രധാനപ്പെട്ട നേതാക്കളുടെയും പിന്തുണ ഉറപ്പാക്കാൻ കെ സി വേണുഗോപാലിനായിട്ടുണ്ട്. അതിനുശേഷമാണ് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക നായകന്മാരുടെ പിന്തുണ തേടാനുള്ള നീക്കം ഇതിനോടകം തന്നെ നടത്തിയിട്ടുള്ളത്. പക്ഷേ സതീശനായി അണികൾ മാത്രമാണ് രംഗത്തുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ പരസ്യമായി രംഗത്തെത്തുന്ന ഒരു കാഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇന്നും സമാനമായ വിവിധ പരിപാടികൾ ഈ പഴയങ്ങാടിയിലും മറ്റും ഇത്തരത്തിൽ സതീശപക്ഷം ഉയർത്തിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള വിഭാഗീയതകൾക്ക് കൂടി കാരണമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നേതാക്കൾ ഒരു തട്ടിൽ, അണികൾ മറ്റൊരു തട്ടിലേക്ക് കണ്ണൂർ കോൺഗ്രസിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മുൻപൊക്കെ കെ സുധാകരൻ കെ സിക്കെതിരെ ഒരു നിലപാട് സ്വീകരിച്ചുവെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് കെ സി പോലും ഇത്തരത്തിൽ കെ സുധാകരൻ പോലും നിലപാട് മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കെ സിക്ക് നിരുപാധികമായ പിന്തുണയാണ് ഇത്തരത്തിൽ കെ സുധാകരൻ പോലും അർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് വലിയ രീതിയിൽ ഒരു മാറ്റത്തിന്റെ സൂചനയാണ്. കെ സി പക്ഷം കണ്ണൂരിൽ വലിയ രീതിയിൽ പിടിമുറുക്കുന്നു എന്നുള്ളൊരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം വി ഡി സതീശനായി അണികൾ രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ KPCC പ്രസിഡന്റിന്റെ ഹൃദയഭൂമിയായ ഇരിട്ടിയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നത്. മാത്രമല്ല ലീഗ് പ്രവർത്തകരും വലിയ രീതിയിൽ ഇതിന് പിന്തുണ അർപ്പിച്ച് പരസ്യമായും രഹസ്യമായും തന്നെ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട്. വിവിധയിടങ്ങളിൽ ലീഗ് പ്രവർത്തകരാണ് വി ഡി സതീശനായി ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. മാത്യു കുഴൽനാടനെതിരെ ഇരിക്കൂറിൽ ഇന്നലെ വലിയ രീതിയിൽ പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കുഴൽനാട് അതിന്റെ കുഴലൂത്ത് കോൺഗ്രസിനോട് വേണ്ട എന്നുള്ള കാര്യമാണ്, ലീഗിനോട് വേണ്ട എന്നുള്ള കാര്യമാണ് പ്രധാനമായും ആ ബാനറിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഉയർത്തിക്കാട്ടിയത്. എന്തായാലും വലിയ രീതിയിലേക്കുള്ള വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി പദത്തിനായി കെ സി വേണുഗോപാൽ സാംസ്കാരിക നായകന്മാരുടെ പിന്തുണ കൂടി ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക്, രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതേസമയം വി ഡി സതീശ പക്ഷം ഇത്തരത്തിൽ തെരുവോരങ്ങളെ കൂടുതൽ വാശിയുള്ള ചർച്ചകളുടെ വേദികളാക്കി മാറ്റുകയും ഇത്തരത്തിൽ ഈ മെറിറ്റ്, അതായത് മുഖ്യമന്ത്രി പദം ലഭിക്കാനുള്ള ശരി ജോസഫ്, ഏതായാലും ഒരു വിഭാഗീയതയുടെ സ്വരം കൂടി കോൺഗ്രസിൽ ഉയരുന്നു എന്നുള്ളതാണ്, പ്രത്യേകിച്ചും കണ്ണൂരിൽ നിന്നാണ് അത് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്.